ഹായ് അപ്പം ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. എൻ്റെ അടുത്ത് കുറച്ച് കൂന്തലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കണത്. അത് നിങ്ങൾക്ക് ഈ പാത്രം കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. അതായത് കുഞ്ഞ് സബോള ആയിരുന്നു കേട്ടോ. അത് നന്നായി വഴറ്റി വന്നതിന് ശേഷം ഒരു 3 പച്ചമുളക് നടു കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു തക്കാളി അരച്ചിട്ടുള്ള അതിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. നേരത്തെ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഉപ്പ് ചേർക്കുക. പിന്നെ അത് നന്നായി തള വന്നതിന് ശേഷം കൂന്തളും കൂടി തട്ടിക്കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അടച്ചിട്ട് അങ്ങനെ പോവരുത്, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കും കേട്ടോ. എന്നിട്ട് നന്നായി വറ്റി വന്നിട്ട് സെറ്റായി കഴിഞ്ഞാൽ അതിലോട്ട് നാരങ്ങ നീരും പിന്നെ ആവശ്യത്തിന് നാരങ്ങ നീരും പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ചിട്ടാ. അപ്പോൾ സൂപ്പർ കൂന്തൽ റോസ്റ്റ് റെഡി. അപ്പോൾ ടാറ്റാ.